അങ്ങനൊന്നുമല്ല. എന്താ എന്തുപറ്റി? രാധയ്ക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലായിരുന്നു? ഇങ്ങനൊരു ദിവസം ഞാൻ സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ വരന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നു. അണ്ണനും നാട്ടുകാർക്കും അയാളെ വിശ്വാസമായിരുന്നു, ഇഷ്ടമായിരുന്നു. പക്ഷെ അയാൾ ആ സ്നേഹവും വിശ്വാസവും തകർത്ത് കളഞ്ഞു. പിന്നെ ഒരു കല്യാണമേ വേണ്ടെന്ന് വെച്ചതായിരുന്നു ഞാൻ. പക്ഷെ അണ്ണൻ നിർബന്ധിച്ചപ്പോ ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ അണ്ണനൊരു ജീവിതം ഉണ്ടാവില്ലെന്ന് മനസ്സിലായപ്പോ എനിക്കറിയാം ഞാനൊരു ഭാര്യയാണ്. ഒരു നല്ല ഭാര്യയാവാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യാം. പക്ഷെ അതിനെനിക്ക് സമയം വേണം. എല്ലാ പെൺകുട്ടികൾക്കും പറയാനുള്ള ഒരു കഥ, കൗമാരത്തിലെ ഒരു ഭ്രമം, ഇൻഫാക്ച്വേഷൻ. ഞാൻ അത്രേ കരുതിയുള്ളൂ. കാത്തിരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. കാരണം എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഒരു യാത്ര, അത് അവളിൽ മാറ്റം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതി. യാത്രക്കിടയിൽ ഈ നഗരത്തിലെ അതേ ഹോട്ടലിലെ അതേ മുറിയിൽ ഞങ്ങളെത്തി. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്. ആ മതി ടി വി കണ്ടത്, പോയി കിടക്കാൻ നോക്ക്. നാളെ പുലർച്ചയ്ക്ക് ഉണരേണ്ടതല്ലേ. കാലത്തെ ഗൈഡ് പറഞ്ഞ ക്ഷേത്രത്തെ പറ്റി ഇവിടുത്തെ ഒരു മലയാളി റൂംബായോട് ഞാൻ ചോദിച്ചു. ശക്തി സ്വരൂപിയായ ദേവിയാ ഇവിടുത്തെ മൂലപ്രതിഷ്ഠ. ശ്രീ പരമേശ്വരനെ മനസ്സാൽ ധ്യാനിച്ച് ദേവി തപസ്സിരുന്നത് ഇവിടെയാണെന്നാണ് ഐതിഹ്യം. കിടന്നോളൂ മോളെ, രാവിലെ അമ്മ വിളിക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോനെ. പോയി കിടന്നോളൂ. ഗുഡ് നൈറ്റ്. ഒരു കുഞ്ഞു പൂവിന്റെ ഇതളിൽ നിന്നൊരു തുള്ളി മധുരമെൻ ചുണ്ടിൽ പൊഴിഞ്ഞുവെങ്കിൽ, തനിയെ ഉറങ്ങുന്ന രാവിൽ നിലാവിന്റെ തളിർമെത്ത നെയ്യും വിരിച്ചുവെങ്കിൽ, എന്റെ തപസിന്റെ പുണ്യം തളിർത്തുവെങ്കിൽ, എന്റെ തപസിന്റെ പുണ്യം തളിർത്തുവെങ്കിൽ. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ജീവിതം തിരിച്ചു കിട്ടിയതിന്റെ ആവേശത്തിലായിരുന്നു ഞാൻ. പക്ഷേ വീട്ടിൽ തിരിച്ചെത്തി ഞങ്ങളെയും കാത്ത് ഒരു ടെലിഗ്രാം ഉണ്ടായിരുന്നു. അവളുടെ അണ്ണൻ നാട്ടിലേതോ റൗഡിയെ കൊന്നത്രേ. ശ്രാവണഗിരി പോയി വന്നതിന് ശേഷം അവൾ ആകെ മാറിപ്പോയി. ഒരുതരം ഹിസ്റ്റീരിക്കായ അവസ്ഥ. അവൾക്ക് ഡൈവോഴ്സ് വേണം. തിരിച്ചു കിട്ടിയെന്ന് കരുതിയ ജീവിതം വീണ്ടും കൈവിട്ടു പോകാന്നറിഞ്ഞപ്പോ എന്റെ സമാധാനം പറ്റിപ്പോയി. ആരോടെങ്കിലും എല്ലാം തുറന്നു വരണമെന്ന് തോന്നി. ഞാൻ ആഗ്രഹിച്ചല്ലെങ്കിലും എന്റെ ജീവൻ തിരിച്ച നാളല്ലേ. നാളെ ഞാൻ തിരിച്ചു ഒരു ഡൈവോഴ്സ് അവളെ സന്തോഷിപ്പിക്കുമെങ്കിൽ അത് കൊടുക്കാൻ. പിന്നെ രക്ഷിക്കാരും മൂന്നില്ലാത്ത സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയിൽ മുകുന്ദേട്ടൻ എവിടെയായിരുന്നു? ഓഫീസിൽ വിളിച്ചപ്പോ അവധിയാണെന്ന് പറഞ്ഞു. മുകുന്ദേട്ടനെ കാണാനായിട്ട് ഒരു സ്ത്രീ കുറെ നേരമായിട്ട് കാത്തിരിക്കുക. വരാൻ വൈകുമെന്ന് പറഞ്ഞിട്ട് പോയില്ല. അപ്പൊ ഞാൻ വീടിന് താക്കോൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക്
എനിക്കറിയായിരുന്നു എന്തെങ്കിലും മുകുന്ദേട്ടനെ ഈശ്വരൻ എന്റെ മുന്നിൽ എത്തിക്കുമെന്ന്. സത്യം അറിഞ്ഞ അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് ആത്മഹത്യ ചെയ്യാതെ ഞാൻ പിടിച്ചു നിന്നത് എന്തെങ്കിലും നേരിട്ട് കാണാമെന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ. ഇനിയിപ്പോ നമ്മളതൊന്നും പരസ്പരം ഓർമ്മിപ്പിക്കണ്ട. ഇപ്പൊ രാധൊരു ഭാര്യയാണ്. ഡൈവോഴ്സ് ചെയ്യാനുള്ള രാധയുടെ തീരുമാനം മാറ്റണം. ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ആ മനുഷ്യനെ വെറുതെ ശിക്ഷിക്കരുത്. ശിക്ഷിക്കല്ല, ഒരിക്കലും അണ്ണന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ വിവാഹത്തിന് സമ്മതിച്ചതാ. ഒരു നല്ല ഭാര്യയായിരിക്കാൻ ഞാൻ ശ്രമിച്ചതുവാ. പക്ഷെ എല്ലാവരും ചേർന്ന് മുകുന്ദേട്ടനെ ചതിക്കായിരുന്നു എന്നറിഞ്ഞപ്പോ, ഞാൻ പോലും മുകുന്ദേട്ടനെ തെറ്റിദ്ധരിക്കായിരുന്നു എന്നറിഞ്ഞപ്പോ എനിക്കിനി സമാധാനായിട്ട് അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ പറ്റില്ല. എന്റെ കഴുത്തില് ഇത് കെട്ടിയെന്ന ഒറ്റ ബന്ധം ഞങ്ങൾ തമ്മിലുള്ളൂ. അതിനു മുൻപ് നമ്മൾ സ്നേഹിച്ചതല്ലേ. മുകുന്ദേട്ടൻ അവിശ്വസിച്ചത് എന്റെ തെറ്റ്. അതിനുള്ള ശിക്ഷ ഈ താലി. ഇതെനിക്കിനി വേണ്ട. എനിക്ക് പഴയ രാധയാവണം. നമ്മുടെ ആ പഴയ കാലം എനിക്ക് തിരിച്ചു തരുമോ? രാധ ഇപ്പൊ പോ. റൂമിൽ അവർ കാണാതിരുന്ന് വിഷമിക്കണ്ടാവും. എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ओम कैलासम शिवम ओम कैलास नमः ओम शिवाय नमः ओम शक्ति ब्रह्माद नमः ओम विस्तारनाशोदि ओम आशास नमः ओम साद शिवदक्षम दो ओम लक्षाय नमः सुदोद गुरुवादात्मा ओम लक्षाय नमः शिव नमः देवाधाय नमः शिवाय नमः दत्तात्रेयं गोदादाधम ओम नमो नमो शिवाय नमः ओम ओम शिव दत्ताय गुरुदेवाय दत्ताय नमः ओम लक्ष्मी दवादाय दोधाराय सतम ओम लक्ष्मी थवाय नको अदाय स्त्रायाय दोधाय नमः ओम विष्णु भगवान दो स्वाय सत्राय नमः मंगलाधायकं मंगलं मंगलादातो प्रयासकं संतोषाय समर्पयामि शिवाय शिवाय नमः बोधाय नमः दायाग्रतो प्रभुये नमो शिवाय नमः ഇവളെന്റെ ഭാര്യയാണ്. ഭഗവാനെ സാക്ഷി നിർത്തി ഞാൻ താലി കെട്ടിയ പെണ്ണ. രാധ പറഞ്ഞല്ലോ, താലി കെട്ടിയെന്നൊരു ബന്ധമല്ലാതെ മറ്റൊന്നും നീയും അദ്ദേഹം തമ്മിലില്ലെന്ന്. താലി ഒരു വാഗ്ദാനമാണ്. ഒരു ജീവിതകാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ച് കഴിഞ്ഞോളാന്നുള്ള വാഗ്ദാനം. ഒരിക്കൽ നമ്മൾ സ്നേഹിച്ചിരുന്നു, ഒരുമിച്ച് സ്വപ്നങ്ങൾ കണ്ടിരുന്നു, സത്യമാണ്. പക്ഷേ അതിനീ പറഞ്ഞ താലിയുടെ ഉറപ്പില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ
എന്ത് സംഭവിച്ചാലും നീ എനിക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു. നിന്നെ നഷ്ടപ്പെടുമെന്ന് വന്നപ്പോ മരിക്കാൻ വരെ സന്നദ്ധനായ ഒരു മനുഷ്യനുണ്ട്, നിന്റെ ഭർത്താവ്. അദ്ദേഹം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എനിക്കറിയാം നീയും അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. എന്റെ ജീവിതം നീ കാരണം തകർന്നു എന്നുള്ള കുറ്റബോധം കൊണ്ടാ നീ അത് പ്രകടിപ്പിക്കാത്ത. എന്റെ കൂടെ വന്ന നിനക്ക് ഒരിക്കലും പഴയ രാധയാൻ പറ്റില്ല. കാരണം അന്ന് മുതൽ നീ നിമിത്തം ജീവിതം നഷ്ടപ്പെട്ട മറ്റൊരാളെ കുറിച്ച് ഓർത്ത്, നിന്റെ ഭർത്താവിനെ കുറിച്ച് ഓർത്ത് നീ ദുഃഖിക്കാൻ തുടങ്ങാം. ഈ ജന്മത്തിൽ ഈശ്വരൻ നിനക്കായി തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ, എനിക്കും ഇവളെയും. എനിക്ക് അനുവദിച്ചു കിട്ടിയ ജീവിതത്തില് ഞാൻ സംതൃപ്തനാ, എനിക്ക് സന്തോഷ. രാധയ്ക്ക് എന്ത് തീരുമാനമാണെങ്കിലും എടുക്കാം. എല്ലാം അറിഞ്ഞിട്ടും അനുകൂലമായൊരു മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആ മനുഷ്യനെ നിരാശപ്പെടുത്തരുത്. അറിയാം, എനിക്ക് മനസ്സിലാവും. നാടകം കഴിഞ്ഞു, അഭിനയം കളിക്ക്. ഇനി ആ താലിയുടെ ആവശ്യമില്ല, അതും കഴിച്ചെന്നേക്ക്. അഭിനയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നതും നിന്ന് തന്നതുമൊക്കെ. പക്ഷേ അമ്പലത്തില് ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഒരു നിമിഷം ഞാനിത് സത്യമായിരുന്നെങ്കിൽ നാശിച്ചു പോയി. മനസ്സില് അടക്കി വെച്ചിരുന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഒരു താലിയുടെ സുരക്ഷിതത്വത്തില് ഒതുങ്ങിക്കൂടുന്നൊരു ജീവിതത്തെക്കുറിച്ച്. താലി കെട്ടുമ്പോ ഞാൻ മനസ്സിലൊരു നാദസ്വരമേളം കേട്ടിരുന്നു. മരിച്ചുപോയി അച്ഛന്റെ സാന്നിധ്യം അറിഞ്ഞിരുന്നു. എനിക്ക് കഴിച്ചു മാറ്റാൻ വയ്യ. മോന്തട്ടം തന്നെ കഴിച്ചോളൂ.